ഒരു മലയാളിയായതിൽ അഭിമാനമാണോ അപമാനമാണോ എന്ന ചോദ്യത്തിന് തീർത്തും അഭിമാനമാണെന്നതാണ് മറുപടി. തത്സമയം ഈ ഒരു ഭരണത്തിന്റെ നിയമത്തിന് കീഴിൽ ജീവിക്കുന്നതിന് അഭിമാനമാണോ അപമാനമാണോ എന്ന ചോദ്യത്തിന് അപമാനമാണ് എന്നതാണ് മറുപടി. ഒരു ഭാഗത്ത് സ്വന്തം മാതാവിനെ മകൻ കൊല്ലുന്നു, മറുഭാഗത്ത് സ്വന്തം പിതാവിനെ കൊല്ലുന്നു, മറുഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട 6 പേരെ വെട്ടുന്നു, മറുഭാഗത്ത് 4 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പാവപ്പെട്ട വൃദ്ധയെ തല്ലിക്കൊല്ലുന്നു, മറുഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ക്ലോസറ്റിൽ മുക്കുന്നു, മറുഭാഗത്ത് കോമ്പസ് കൊണ്ടുകുത്തുന്നു. 2025 ആഗതമായിട്ട് ഒരു വലിയൊരു അറുങ്കൊലം തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഇതിൽ ലഹരിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ലഹരി അത്രത്തോളം ഇണങ്ങി ചേർന്നിട്ടുണ്ട്. ലഹരിക്ക് മാത്രമല്ല, സിനിമകളും ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പേന കത്തിക്കുണ്ടി വിദ്യാരംഭം കുത്തി ഹാരശ്രീ, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, എന്നെ തല്ലല്ലമ്മാവ ഞാൻ നന്നാവൂല, മൈ ലൈഫ് മൈ റൂൾസ്. ഇത്തരത്തിലുള്ള വരികളും കോട്ടിങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ്. എന്നാൽ ഇതേ സമയത്ത് കലികാലികമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരുപാട് വരികൾ സഞ്ചരിക്കുന്നുണ്ട്. ലഹരി തീപ്പുക കൗമാരത്തിന് മരണച്ചങ്ങല നീട്ടുമ്പോൾ അരുതൊന്നോർത്തിരണേ, കടലാസ് തോണിയായി കടലയിൽ മുങ്ങുന്ന കൗമാരത്തിന് നാം രക്ഷയാവുക, കലാലയം പുകഞ്ഞു ചിതയാവുമോ, നൂലറ്റ പട്ടമായി യുവത മാറുമ്പോൾ നാം നമ്മോട് തന്നെ സമരമാവുക. ഇത്തരത്തിലുള്ള വളരെ അർത്ഥവത്തായ ഒരുപാട് വാക്കുകളും വരികളും കലികാലികമായി ഇതേ സമയത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെയല്ലേ നാം പ്രൊമോട്ട് ചെയ്യേണ്ടത്? അതല്ലാതെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇത്തരത്തിലുള്ള വരികളെയാണോ? ഇത്തരത്തിലുള്ള അന്യായ വരികൾക്ക് പകരം ഇത്തരത്തിലുള്ള നീതിയും സമാധാനവും ധാർമ്മികതയും പറഞ്ഞു തരുന്ന വരികളെയാണ് നാം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടത്, കൗമാരങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ വിജനമായ മരുഭൂമിയിൽ ഒരു സ്ത്രീയും മകളും ഇരിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഒരു ഭയവുമില്ലേ എന്നുള്ളത്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഈ മദീന ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാളറിയുന്ന ഒരാളും നമ്മളെ തൊടൂല എന്നുള്ളത്. ആ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഗാന്ധിജി പോലും കൊതിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിൽ 1% നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. 6 പേരെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിലാണ് അഫാൻ കയറിയത്. അദ്ദേഹത്തിന് അറിയാം ഇതിലും സുരക്ഷിതമായ മറ്റൊരിടം എന്റെ നാട്ടിലില്ല എന്നുള്ളത്. ഒരു ഭാഗത്ത് സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി ജീവിതം പണയം വെച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്നു, ഉമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു, മറുഭാഗത്ത് ഉമ്മയെ വെട്ടുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് മലനാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദനും സ്വപ്നം കണ്ടൊരു കേരളം ഉണ്ടായിരുന്നു. മമ്പുറം തങ്ങളും ഉമർ ഖാലിയും ഒക്കെ ആഗ്രഹിച്ചൊരു കേരളം ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ ഓർക്കുകയാണ്, പണ്ഡിതർ കവി പാടിയതുപോലെ, ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഒരുപക്ഷെ ഇനിയൊരു തലമുറ തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം സ്വന്തം വീട്ടിലെ മക്കൾ തന്നെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വെട്ടി നുറുക്കുന്നത്. വിദ്യാർത്ഥികളോടാണ്, ലഹരിയെ ജീവിതമാക്കാതെ ജീവിതത്തെ ലഹരിയാക്കാൻ ശ്രമിക്കുക. ഈ ലോകവും സമൂഹവും നാടും ഒക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.